നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് വെച്ചാൽ മെന്റലി സ്റ്റേബിൾ ആയിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നരക തുല്യമായിരിക്കും. മെന്റലി സ്റ്റേബിൾ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതെന്താ പെട്ടെന്ന് തടിച്ചു പോയത്, എന്താ പെട്ടെന്ന് തടിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അല്ല ഇപ്പോഴും ഉണ്ട്. ഒരു 7 months ബാക്ക് എനിക്ക് പെട്ടെന്നൊരു ക്ലിനിക്കൽ ഒരു ഡിപ്രഷൻ, അതായത് ബൈപോളാർ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് കൂടെ കടന്നു പോയായിരുന്നു. അതായത് വളരെ ശോകമായിരുന്നു ആ സമയത്ത്. ഒച്ചയിടുക, ഒളിയിടുക, ബഹളം വെക്കുക, സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക, ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു 2 ആഴ്ചത്തോളം. എന്നിട്ട് അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ അത് കുറയാൻ തുടങ്ങി. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ആരെ ഫേസ് ചെയ്യാൻ വയ്യ, മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. ഈവൻ വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും പോലും മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, ആരും വീട്ടിൽ വരണതും ഇഷ്ടമല്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിരുന്നത്. എന്നിട്ട് പിന്നെ പതുക്കെ മെഡിസിൻസ് ഒക്കെ തന്ന് ബാക്കി 5 മാസം എൻ്റെ ബിസിനസ്സിനെ സത്യം പറഞ്ഞാൽ വല്ലാതെ അത് ബാധിച്ചിരുന്നു. കാരണം ക്ലയൻസ് വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ക്രിയേറ്റീവ് സൈഡൊക്കെ ചത്തുപോയി, അതുപോലെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെക്കാട്ടിലും, അതായത് ഞാൻ ഈ അവസ്ഥയിലായിരുന്നപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർക്ക്, എൻ്റെ ഫാമിലിക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അത് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ്. അപ്പൊ അതുപോലെ പുറത്തുനിന്ന് ആൾക്കാർക്ക് അത് നോക്കുമ്പോൾ അതൊരു തമാശയായിട്ടും അല്ലെങ്കിൽ അതൊരു എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ മെന്റലി സ്റ്റേബിൾ ആയുള്ളവരോട് അത് നിങ്ങൾ വളരെയധികം നന്ദി ഉണ്ടാവുക ദൈവത്തിനോട്. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് ഭയങ്കര ഒരു നരക തുല്യമായിരിക്കും.